ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2023 ഒരു ത്രില്ലർ സസ്പെൻസ് മൂവിയായിട്ട് പുറത്തിറങ്ങിയ ഡാർക്ക് വിൻഡോസ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അധികം പറയാതെ നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ മൂവിയുടെ തുടക്കത്തിലെ രാത്രി സമയത്ത് ഒരു വലിയ വീടാണ് കാണിക്കുന്നത്. അതിനകത്ത് ഒരു പെൺകുട്ടിയുടെ ഒരുപാട് ചിത്രങ്ങൾ കിടപ്പുണ്ട്. അതേപോലെ തന്നെ ഒരു കത്തി. ഏതോ ഒരു പെണ്ണ് പേടിച്ചിരിക്കുന്നു. വെളിയിൽ ഒരു റൂമിന്റെ ഡോർ തുറക്കാൻ വേണ്ടി ആരോ ശ്രമിക്കുന്നത് പോലെ. അപ്പൊ ആ ഒരു പെണ്ണായാലും പെട്ടെന്ന് പോലീസിനെ വിളിച്ചിട്ട് ഇതുപോലെ ഞാൻ ഈ ഒരു വീട്ടിലാണ്, ആരോ ഒരാൾ എൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് നല്ല പേടിയാവുന്നുണ്ടെന്നല്ല ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു പോലീസുകാരായാലും നിങ്ങൾ എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അങ്ങനെ സംസാരിച്ചു നിൽക്കുന്ന ആ ഒരു സമയം പെട്ടെന്ന് ഈ വീട്ടിലെ കട്ടായി പോയിട്ടുള്ള ആ ഒരു പവർ തിരിച്ചു വരുന്നു. ആ ഒരു സമയത്ത് ഫോണും കട്ടാവുന്നുണ്ട്, സിഗ്നലും കിട്ടുന്നില്ല. അപ്പോൾ അവളായാലും പെട്ടെന്ന് പേടിച്ച് താഴേക്ക് വീഴുന്നതും വെളിയിലുള്ള ആ ഒരാള് ഇപ്പോൾ ഡോർ തുറന്നകത്തേക്ക് വരികയാണ്. അയാൾ നടന്നു വരുന്ന ആ ഒരു കാൽപ്പാട് കണ്ട് അവൾ അയാളുടെ മുഖത്തേക്ക് നോക്കുന്നതും ഹേയ് ഇല്ല, അവൾക്കറിയുന്നത് പോലെ അവളിങ്ങനെ നോക്കുമ്പോൾ അത് കഴിഞ്ഞ അടുത്ത സീനിൽ കാണിക്കുന്നത് ഈ ഒരു പെണ്ണിനെ തന്നെയാണ്. കാരണം ഇതിനു മുന്നേ എന്താണ് സംഭവിച്ചത് എന്നാണ് നമുക്കിപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ടെല്ലി. ടെല്ലിയും അവളുടെ അമ്മയും കാറിലിരിക്കുമ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും നീ ഇറങ്ങി വാ, കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല, എനിക്ക് അകത്തേക്ക് വന്നിട്ട് എന്താണ് സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ടെല്ലിയുടെ അമ്മ പറയുന്നത്, ഏയ് അതിന് നീ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും, നിന്റെ സുഹൃത്തുക്കൾ വരെ ഇവിടെ ഉണ്ട് എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവളായാലും ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞ് ആ ഒരു വീടിനടുത്തേക്ക് നടന്നു വരുമ്പോൾ ഒരാൾ വന്ന് ഡോർ തുറക്കുന്നു. ഇവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. ടില്ലിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള എല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ്, അവളൊരു കാർ ആക്സിഡന്റിൽ മരണപ്പെട്ടു. അപ്പൊ തന്റെ അടുത്ത സുഹൃത്തായതുകൊണ്ട് തന്നെയാണ് ടെല്ലിക്ക് അതിനകത്തേക്ക് വരാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അങ്ങനെ അലിയുടെ അച്ഛനായാലും ഇവരെ രണ്ടുപേരും അകത്തേക്ക് കൊണ്ടുപോകുന്നു. അവളായാലും ഈ ഒരു റൂമിനകത്തോടെ നടന്നു പോകുമ്പോൾ ചുറ്റിനുള്ള എല്ലാവരും ടില്ലിയെ തന്നെ അങ്ങനെ നോക്കുന്നുണ്ട് ഒരു പ്രത്യേക രീതിയിൽ. അങ്ങനെ ടില്ലിയും അവളുടെ അമ്മയും നേരെ അലിയുടെ അമ്മയുടെ മുന്നിലേക്ക് വന്നിട്ട് ടില്ലിയുടെ അമ്മ അവരോട് പറയുന്നുണ്ട്, നിങ്ങളുടെ മകളുടെ നഷ്ടത്തിലേ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ടില്ലി ആണെങ്കിലും ഞാൻ അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും അടുത്തൊരു വശത്തേക്ക് തന്നെ നടന്നു വരുന്നു. അങ്ങനെ ആ ഒരു റൂമിന്റെ മറ്റൊരു വശത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അലി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണിന്റെ ഫോട്ടോസ് ഉണ്ടല്ലോ, അതെല്ലാം അവിടെ ഒരുപാട് വെച്ചിട്ടുണ്ട് ഫ്രെയിം ചെയ്ത്. അങ്ങനെ ഓരോന്നായിട്ട് നോക്കി നോക്കി അവസാനം വരുമ്പോൾ ടില്ലിയുമായിട്ട് എടുത്ത ഫോട്ടോയും അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ടില്ലി അലിക്ക് എത്രയും പ്രധാനപ്പെട്ട ഒരു ഫ്രണ്ടായിരുന്നു എന്ന്. അങ്ങനെ അത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അലിയുടെ അമ്മ പുറകിലൂടെ വരുമ്പോൾ ടില്ലി അറിയാതെ പുറകിലേക്ക് തിരിയുന്ന സമയത്ത് അവരുടെ കയ്യിലുള്ള എന്തോ ഒരു കാര്യം താഴേക്ക് തട്ടിയിടും. അത് താഴെ വീഴുന്നത് ടില്ലി ആണെങ്കിലും ഓ സോറി ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് എടുക്കാൻ വരുമ്പോൾ അലിയുടെ അമ്മയ്ക്കാണെങ്കിൽ അത്രയും ദേഷ്യം. അവര് പറയും ഇല്ല കുഴപ്പമില്ല ഞാൻ എടുക്കാന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് ഞാൻ എടുക്കാന്നല്ലേ പറഞ്ഞു, കുറച്ചങ്ങോട്ട് മാറി നിൽക്കാൻ കഴിയോ എന്ന് പറയുമ്പോൾ ടില്ലി ആയാലും പതിയെ എഴുന്നേറ്റ് മറ്റൊരു വശത്തേക്ക് പോവാണ്. അപ്പോഴേക്കാണ് ആ ഒരു റൂമിന്റെ ഒരു ഭാഗത്ത് അലി എന്ന് പറഞ്ഞ ആ ഒരു പെണ്ണുണ്ടല്ലോ, ഇവളുടെ കൂട്ടുകാരി, അവളുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആൻഡ്രൂ എന്ന് പറഞ്ഞ ഒരുത്തൻ നിപ്പുണ്ട്. അപ്പോൾ ടില്ലി ആയാലും പതിയെ അവന്റെ അടുത്തേക്ക് സംസാരിക്കാണ്ട് ചെല്ലുമ്പോൾ സോറി എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ഇപ്പൊ എല്ലാവരും നമ്മുടെ ടില്ലിയെ നോക്കി ഇങ്ങനെ ദേഷ്യപ്പെടാൻ കാരണം എന്താണെന്ന് അറിയത്തില്ല. അപ്പോഴേക്കും ടില്ലിയുടെ പുറകിലെ അലിയുടെ അമ്മാവൻ വരും. അയാളുടെ പേര് ബോബ് എന്നാണ്. ഇപ്പൊ ഈ ഒരു ബോബ് വന്നിട്ട് പറയും അവളുടെ ബോയ് ഫ്രണ്ട് ഇപ്പോൾ നല്ല രീതിയിലല്ല, അതുകൊണ്ടാണ് അവൻ സംസാരിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു അങ്കിൾ ബോബ് ഉണ്ടല്ലോ, അയാൾ പെട്ടെന്ന് ടില്ലിയോട് ചോദിക്കും, ഓക്കെ ഈ ഒരു സമ്മർ സമയത്ത് നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ടില്ലി പറയും ഇല്ല. ഇനിയൊരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? അതിൽ നിന്റെ ഡ്രൈവിംഗ് കഴിവുകൾ നല്ലതുപോലെ തന്നെ കൂട്ടാൻ കഴിയും, ഒരു വാഹനം എങ്ങനെ ഓടിക്കണമെന്ന് നിനക്ക് നല്ലതുപോലെ മനസ്സിലാവും എന്നെല്ലാം പറഞ്ഞ് ഇയാൾ ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങും. അവിടെയാണ് നമുക്കൊരു കാര്യം മനസ്സിലാവുന്നത്. സത്യം പറഞ്ഞാല് ആലി, പിന്നെ ടില്ലി, മോണിക്ക, പീറ്റർ, ഇവർ നാലുപേരും ഒരു റോഡ് ട്രിപ്പ് പോകുന്ന സമയത്ത് അതിൽ ആക്സിഡന്റ് സംഭവിച്ചാണ് ആലി മരിച്ചത്. പക്ഷെ ഇവർക്ക് മൂന്നുപേർക്കും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതിന് കാരണം നമ്മുടെ ടില്ലിയാണെന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും അവളെ നോക്കി ദേഷ്യപ്പെടുന്നതും. ഇപ്പോൾ ബോബ് എന്ന് പറഞ്ഞ ഈ ഒരു അമ്മാവനുണ്ടല്ലോ, അവനായാലും ടില്ലിയോട് ദേഷിച്ച് സംസാരിക്കുന്നതും. ഇത് കണ്ട മോണിക്കയും പീറ്ററും പെട്ടെന്ന് ഇയാളുടെ അടുത്തേക്ക് വന്നിട്ട് മോണിക്ക അയാളെ തെറി പറഞ്ഞ് ബോബിനെ അവിടെ നിന്ന് പറഞ്ഞങ്ങ് വിടുന്നു. എന്നിട്ട് മോണിക്ക ടില്ലിയോട് പറയുന്നുണ്ട്, ടില്ലി ആരെന്ത് പറഞ്ഞാലും നീ അതൊന്നും കേൾക്കരുത്, കാരണം നമ്മൾ മൂന്നുപേരും യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നിന്റെ മേൽ മാത്രം ഈ ഒരു കുറ്റം അടിച്ചേൽപ്പിക്കാനായിട്ട് കഴിയത്തില്ല, നീ വിഷമിക്കേണ്ടതെല്ലാം പറഞ്ഞ് ഓക്കെ ഈ ഒരു വിഷമെല്ലാം മാറാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് എന്നുള്ള രീതിയിൽ മോണിക്ക ഇങ്ങനെ പറയുമ്പോൾ പീറ്റർ പെട്ടെന്ന് ത്രീസം. സത്യം പറയാലോ ഈ ഒരു മൂവിൽ ആസ്ഥാനത്ത് കയറി കോമഡി അടിക്കുന്ന ഒരേ ഒരുത്തൻ ദൈവം മാത്രമാണ്. ഒരു മരണം കഴിഞ്ഞ വീട്ടിൽ നിന്നിട്ടാണ് ഇമാതിരി കോമഡി അടിക്കുന്നത്. അപ്പോൾ മോണിക്ക പറയും പീറ്റർ ഒന്ന് അടങ്ങിയിരിക്കൂ, എന്റെ മുത്തശ്ശിയുടെ ഒരു ഫാം ഹൗസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അവിടേക്ക് പോവാം, കുറച്ചുനാൾ അവിടെ നിന്ന് ഒന്ന് ചില്ലായതിനു ശേഷം ഈ ഒരു വിഷമെല്ലാം മാറിയതിനു ശേഷം നമുക്ക് തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ അവർ ആ ഒരു യാത്ര പോകാനായിട്ട് തീരുമാനം എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം തന്നെ ഇവർ മൂന്നുപേരും വണ്ടിയിൽ ആ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പോകുമ്പോൾ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, പീറ്റർ വീണ്ടും ഈ ആസ്ഥാനത്ത് കയറി കോമഡി അടിക്കുന്ന രീതിയിൽ ഒരു ചളികൾ ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ടില്ലിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അവള് പറയുന്നുണ്ട്, പീറ്റർ നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ വിഷമം മാറാനായിട്ട് കുറച്ച് സമയമെടുക്കും,
അതുകൊണ്ട് കുറച്ചു നേരം ഒന്ന് നിർത്താൻ കഴിയൂ എന്ന് പറഞ്ഞിട്ട് ഇവർ കുറെ ദൂരം പോകുന്നു. ഇപ്പോൾ ഈ ഒരു സിറ്റി കഴിഞ്ഞ് കുറെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഒരു ഗ്രാമപ്രദേശമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സിനിമകളിൽ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഗ്രാമപ്രദേശത്തെ ഒറ്റപ്പെട്ട വീട്ടിലേക്ക് തന്നെ പോകണമല്ലോ. ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒറ്റപ്പെട്ട ഒരു വീട്ടിലേക്ക് തന്നെയാണ് ഇവരെല്ലാവരും പോകുന്നത്. അതും അത്യാവശ്യം ഒരു വലിയ വീട് തന്നെയാണ്. അങ്ങനെ ഇവർ മൂന്നുപേരും ആ ഒരു വീടിനടുത്തേക്ക് എത്തുന്നതും മോണിക്കയ്ക്ക് അറിയാം അതിന്റെ കീ എവിടെയാണ് വെച്ചിരിക്കുന്നത്. അവളായാലും ആ ഒരു കീ എടുത്തിട്ട് നേരെ വന്ന് ഈ ഒരു ഡോർ തുറന്ന് എല്ലാവരും അകത്തേക്ക് കയറിപ്പോവും. അങ്ങനെ അകത്തേക്ക് കയറിയിട്ട് മോണിക്ക പറയുന്നുണ്ട്, എന്റെ അച്ഛൻ ഇവിടെ എഴുതാൻ വരുന്നതല്ലാതെ വേറെ ആരും അങ്ങനെ ഇവിടെ താമസമില്ല ഒരുപാട് കാലമായിട്ട് എന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാം വൃത്തിയായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മോണിക്കയുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ ഇതെല്ലാം ഇവരെടുത്ത് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ മോണിക്കായാലും ചെന്നിട്ട് ഇവിടുത്തെ പവർ അങ്ങ് ഓൺ ചെയ്യുന്നതും ഓക്കെ എല്ലാം നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുമല്ല ഫോണിൽ എന്തായാലും സിഗ്നൽ ഉണ്ട്. ആ ഒരു കാര്യത്തിലൊരു കുറവില്ല. സാധാരണ ഈ ഒരു സിനിമകളിൽ കാണുമ്പോഴത്തേക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ ഫോണിൽ സിഗ്നൽ കാണത്തില്ല. പക്ഷെ ഈ ഒരു മൂവിയിൽ എന്തായാലും ഇവർക്ക് സിഗ്നൽ ഉണ്ട്. അതേപോലെ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജിനകത്ത് അങ്ങനെയൊന്നുമില്ല, കാലിയായിട്ടിരിക്കുകയാണ്. ഓക്കെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മോണിക്കയും പീറ്ററും താഴെ ഇരുന്ന് ഇവർക്ക് കഴിക്കാനായിട്ട് മദ്യം കൂടി വാങ്ങണം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു. അതേസമയം ടില്ലി ആണെങ്കിലോ നേരെ മുകളിലേക്ക് വന്നിട്ട് അവളുടെ ആ ഒരു റൂം കണ്ടുപിടിച്ച് അതിനകത്തേക്ക് കയറിയിട്ട് ഈ ബാഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവരും കിച്ചണിൽ നിന്ന് സംസാരിക്കുമ്പോഴത്തേക്കാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നു. അതുമല്ല ഇപ്പൊ മോണിക്ക ആർക്കോ മെസ്സേജ് അയച്ചിട്ട് ഇവിടേക്ക് വരാനുള്ള വഴിയെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഇത് കേൾക്കുന്ന ടില്ലി ചോദിക്കും, അല്ല നീ ആരെയാ വിളിക്കുന്നത് ചോദിക്കുമ്പോൾ ആൻഡ്രൂവിനെ വിളിക്കുകയാണ്. അപ്പോഴാണ് മോണിക്ക, എന്ത് അലിയുടെ ബോയ് ഫ്രണ്ടോ? സത്യം പറയാലോ അവന് എന്നെ ഒരിക്കലും ഇഷ്ടമല്ല, അതുകൊണ്ട് അവ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒട്ടും ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ മോണിക്കയും പീറ്ററും പറയും, ഹേയ് അതിനൊരു കുഴപ്പമില്ല, അവൻ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, കാരണം അവനും അവളുടെ മരണത്തിൽ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ടില്ലിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ആൻഡ്രൂവിന് ടില്ലിയെ ഒട്ടും ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ മോണിക്കായാലും ദേഷ്യപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വെളിയിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ പീറ്റർ വന്നിട്ട്, ഏയ് വിഷമിക്കണ്ട, അവൻ കുറച്ച് നാളല്ലേ ഇവിടെ ഉണ്ടാകത്തുള്ളൂ, ആ ഒരു സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും പഴയതുപോലെ ആവാൻ കഴിയും. ഓക്കെ എന്തായാലും ഈ ഒരു വിഷമം മാറാൻ വേണ്ടി ഞാൻ കുറച്ച് ബിയർ വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അവൻ വണ്ടിയെടുത്ത് നേരെ വെളിയിലേക്ക് പോവാണ് ഈ ഒരു ബിയർ വാങ്ങിക്കാനായിട്ട്. അതേസമയം ഇവിടെ മോണിക്കയെ കാണിക്കുമ്പോൾ അവൾ ഈ ഒരു വീട്ടിന്റെ ബേസ്മെന്റ് ആയിട്ടൊരു ഭാഗമുണ്ട്. അവിടെയാണ് ഇവിടുത്തെ ഇന്റർനെറ്റ് കണക്ഷൻ എല്ലാം വെച്ചിരിക്കുന്നത്. ഈ ഒരു വൈഫൈ റൗട്ടർ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം ഓൺ ചെയ്ത് അവൾ നേരെ മുകളിലേക്ക് വരുന്നു. എന്നിട്ട് റൂമിൽ കിടന്നിട്ട് ഇവൾ ആർക്കോ മെസ്സേജ് അയക്കുന്നുണ്ട്. അവളാണെങ്കിൽ പാട്ടെല്ലാം കേട്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. ആ ഒരു സമയത്ത് പെട്ടെന്ന് ഈ ഒരു ജനാലയുടെ വശത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. മോണിക്ക പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചിലപ്പോൾ അവൾക്ക് തോന്നിയതായിരിക്കാം. അപ്പോഴേക്കും തന്നെ ആ ഒരു റൂമിന്റെ വെളിയിലായിട്ട് ടില്ലി മോണിക്ക ഇങ്ങനെ നോക്കുന്നുണ്ട്. മോണിക്ക ഈ ഒരു ഫോണിൽ നോക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ടില്ലി അത് വലിയ കാര്യമാക്കാതെ നേരെ അവളുടെ റൂമിലേക്ക് ചെല്ലും. കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഈ ഒരു വൈഫൈ റൗട്ടർ ഉണ്ടല്ലോ അത് പെട്ടെന്നങ്ങ് ഓഫ് ആവുന്നു, അതിന്റെ സിഗ്നൽ കട്ടായതുപോലെ. അപ്പോഴേക്കും ഇവിടെ മോണിക്കയ്ക്ക് നെറ്റ് കിട്ടുന്നില്ല. ഷെടാ ഇതെന്ത് പറ്റിയെന്നും പറഞ്ഞിട്ട് അവള് പെട്ടെന്ന് എഴുന്നേറ്റി ടില്ലിയുടെ റൂമിലേക്ക് വന്ന്, ടില്ലി നിനക്ക് നെറ്റ് കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവളെടുത്ത് നോക്കിയിട്ടില്ല, എനിക്ക് നെറ്റ് കിട്ടുന്നില്ല. എന്തു പറ്റി? ഓ ആൻഡ്രൂവിന് മെസ്സേജ് അയക്കാണോ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ മോണിക്ക, അവളുടെ ബോയ് ഫ്രണ്ട് ആയാലും മരിച്ചു, അതിന് കാരണക്കാരി ഞാനാണെന്നാണ് അവൻ വിശ്വസിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവൻ എന്നോട് അത്രയും ദേഷ്യമാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും മോണിക്ക അതൊന്നും വലിയ കാര്യമാക്കാതെ ആ റൂമിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ ടില്ലി പുറകെ വന്നിട്ട് അവളെ പിടിച്ച്, അലി മരിച്ചു, അത് നമ്മൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം, നീ ഭയങ്കര സെൽഫിഷാണ് എന്നെല്ലാം പറയുമ്പോൾ മോണിക്ക പറയും, അതിന് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായിരുന്നു, ഞാൻ നല്ലതുപോലെ കരഞ്ഞു, അതോടെ കഴിഞ്ഞു. അപ്പോൾ ടില്ലി പറയും, ഇല്ല നീ നല്ലതുപോലെ വിഷമിച്ചില്ല എന്ന് പറയുമ്പോൾ മോണിക്ക പറയും, ഞാൻ എന്റേതായിട്ടുള്ള രീതിയിലാണ് വിഷമിച്ചത് എന്ന് പറയുമ്പോൾ ടില്ലി പറയും, അതിനെല്ലാം കാരണം നമ്മൾ മൂന്നുപേരാണ്, അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയത്തില്ല എന്നവൾ പറയുമ്പോൾ മോണിക്ക പറയും, അതെ നമുക്ക് മറക്കാൻ കഴിയും, ഇനിയും നമുക്കൊരു ജീവിതമുണ്ട്, അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമാക്കരുതെന്നും പറഞ്ഞിട്ട് മോണിക്ക അവിടെ നിന്ന് അങ്ങ് പോവാണ്. അങ്ങനെ ടില്ലി ആയാലും നേരെ തന്റെ റൂമിലേക്ക് വന്ന് കിടക്കുന്നതും ഇവിടെ പീറ്ററിനെ കാണിക്കുമ്പോൾ അവൻ നേരെ ആ ഒരു ബാറിലേക്ക് വന്നിട്ട് അത്യാവശ്യം കുറെ ബിയറുകളെല്ലാം ഇങ്ങനെ വാങ്ങിച്ച് അവൻ നേരെ വീട്ടിലേക്ക് വരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ ടില്ലി റൂമിൽ കിടക്കുമ്പോൾ ആ ജനാലയിൽ വീണ്ടും എന്തോ ഒരു ശബ്ദം. ഇവള് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. അങ്ങനെ വന്നിട്ട് ആ ഒരു കർട്ടനെല്ലാം പിടിച്ചിട്ട് അത് കഴിഞ്ഞ് ഹാളിലേക്ക് നടന്നു വരുന്ന സമയത്താണ് അവിടെ ടേബിളിലായിട്ട് അലിയുടെ ഫോട്ടോ വെച്ച് അതിന് ചുറ്റുമായിട്ട് മെഴുകുതിരി കത്തിച്ചിങ്ങനെ വെച്ചേക്കുന്നു. അങ്ങനെ ടില്ലി അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മോണിക്കായാലും അവിടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ടില്ലി വിചാരിക്കാതെ മോണിക്കായി ഇത് ചെയ്തതെന്ന്. അങ്ങനെ ഇവര് രണ്ടുപേരും കെട്ടിപ്പിടിച്ചിട്ട് ഓക്കെ പീറ്റർ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ അവൻ ഇതുപോലെ ബിയർ വാങ്ങിക്കാനായിട്ട് വെളിയിലേക്ക് പോയി എന്ന് പറയുന്നതും നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഇവരുടെ രണ്ടുപേരുടെയും പുറകിലൂടെ ആരോ ഒരാൾ നടന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവര് രണ്ടുപേരും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. അത് കഴിയുമ്പോഴത്തേക്കും വെളിയിലെ നമ്മുടെ പീറ്റർ ഈ ഒരു ബിയർ എല്ലാം വാങ്ങിയിട്ട് നേരെ തിരിച്ചു വരികയാണ്. അങ്ങനെ അവൻ വെളിയിൽ വണ്ടി കൊണ്ടിട്ടിട്ട് അതിനകത്തിരുന്ന് തന്നെ അവൻ ബിയർ കഴിക്കുന്നു. ആ ഒരു സമയത്ത് അവന് വെളിയിൽ നിന്ന് ആരോ ഒരാൾ നോക്കുന്നത് പോലെ, പക്ഷെ അവൻ കാണുന്നില്ല. അവനാണെങ്കിൽ ഇപ്പൊ ആ ഒരു ബിയർ എല്ലാം കുടിച്ചിട്ട് അവിടെ ഇരുന്ന് തന്നെ സിഗരറ്റ് എല്ലാം വലിച്ച് ഇവിടെ അകത്ത് കാണിക്കുമ്പോൾ മോണിക്കയും ടില്ലിയും അവർ ആഹാരം പാചകം ചെയ്യാണ്. ഈ ബിയർ കഴിക്കുമ്പോഴത്തേക്കും കഴിക്കാൻ വേണ്ടി ആഹാരം എല്ലാം നല്ല ഇതിൽ പാട്ടെല്ലാം പ്ലേ ചെയ്തിട്ട് നല്ല ഹാപ്പിയായിട്ട് തന്നെ ഈ ഒരു ആഹാരം എല്ലാം ഉണ്ടാക്കുന്നുണ്ട്.
അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പീറ്റർ നേരെ അകത്തേക്ക് കയറി വരുന്നു. അകത്തേക്ക് കയറി വന്ന് അവൻ ആ ഒരു ബിയർ എല്ലാം പതിയെ ഫ്രിഡ്ജിനകത്തേക്ക് കയറ്റി വെക്കും. അപ്പോൾ മോണിക്ക എന്താ ചെയ്യുന്നത് വെച്ചാല് ഒരു 2 മെഴുകുതിരി എടുത്തുകൊണ്ട് വന്നിട്ട് അലിയുടെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അതിന് മുന്നിലായിട്ട് വെച്ച് അതിങ്ങനെ കത്തിക്കുകയാണ്. ആ കത്തിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോ, ആ ഒരു ജനാലയുടെ പുറത്ത് ഒരാൾ നിപ്പുണ്ട്. അങ്ങനെ അവളും പതിയെ ആ ഒരു ജനാലയുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ഒരാളെ കണ്ടിട്ടാണ് വന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല, അവൾ അയാളെ കണ്ടിട്ടൊന്നുമില്ല. അവള് നേരെ വന്നിട്ട് ആ ഒരു കർട്ടൻ പിടിച്ചിട്ട് അത് കഴിഞ്ഞ് ഇവര് 3 പേരിരുന്ന് കഴിക്കാണ്. ഇപ്പോഴായാലും ഇവർ ഒരുപാട് തമാശ എല്ലാം പറഞ്ഞ് അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയം പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കുറച്ച് നേരത്തേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോഴും തന്നെ ആ ഒരു ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ മോണിക്ക പറയും, ഹേയ് അത് കാര്യമാക്കണ്ട, അത് കുറുക്കന്മാരായിരിക്കും. ഇതിനടുത്തൊരു ചെറിയ കാടുണ്ട്, അതിനകത്ത് നിന്ന് ഒരുപാട് കുറുക്കന്മാർ രാത്രി സമയങ്ങളിൽ ഇതിന് മുകളിൽ എന്തെങ്കിലും പിടിക്കാനായിട്ട് ഇങ്ങനെ വരും. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഇവർ കഴിച്ചു കഴിഞ്ഞ് ഇപ്പോൾ ഉറങ്ങാനായിട്ട് പോകാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ടില്ലി ഉണ്ടല്ലോ, അവള് നേരെ ആ ഒരു ടേബിളിനടുത്തേക്ക് ചെന്നിട്ട് അലിയുടെ ഫോട്ടോയിലെടുത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന എല്ലാ മെഴുകുതിരിയും ഊതി അണയ്ക്കും. ഇപ്പോൾ രാത്രിയിൽ ഇത് കത്തിച്ചു വെച്ചിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ അവളായാലും അത് ഊതി അണച്ച് അവിടുത്തെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഇവർ 3 പേര് നേരെ റൂമിലേക്ക് പോയി കിടക്കാണ്. 3 പേർക്കും നല്ലതുപോലെ ഉറക്കം വരുന്നില്ല. പീറ്ററിനും ഒട്ടും ഉറക്കം വരുന്നില്ല. അവനാണെങ്കിൽ ഒരു ബിയറും എടുത്തു വെച്ച് അതും കുടിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോഴേക്കും ടില്ലി ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്. ഇവർ 4 പേരും കൂടി കാറിൽ പോകുന്ന സമയം ആലി മുൻ സീറ്റിലായിരുന്നു ഇരുന്നത്. പീറ്റർ ഡ്രൈവ് ചെയ്തു. മോണിക്കയും ടില്ലിയും പുറകിലിരിക്കുന്നു. അപ്പോൾ മോണിക്ക ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഈ അലി ഇരിക്കുന്ന ആ ഒരു സീറ്റ് ബെൽറ്റ് അത് ഊരി ഇങ്ങനെ വിടുന്നുണ്ട്. അപ്പോൾ അലി പറയും, ഹേയ് അടങ്ങിയിരിക്കെ, തമാശ കാണിക്കരുതെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ടില്ലിയും മോണിക്കയും പുറകിലിരുന്ന് കുടിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു സീറ്റ് ബെൽറ്റ് ഊരി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പെട്ടെന്നാണ് ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നതും അതിലാണ് നമ്മുടെ അലി മരണപ്പെടുന്നതും. കാരണം അവൾ സീറ്റ് ബെൽറ്റ് നല്ലതുപോലെ ധരിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവൾ പെട്ടെന്ന് മരണപ്പെട്ടു. അങ്ങനെ ആ ഒരു കാര്യം ആലോചിച്ച് ടില്ലി പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഓക്കെ ഒന്ന് ഹാളിലേക്ക് പോവാന്നും പറഞ്ഞ് അവൾ നടന്ന് ഹാളിന്റെ അടുത്തേക്ക് വരുമ്പോൾ അവിടെയാണ് ഒരു കാര്യം. നേരത്തെ അവൾ ഊതി അണച്ചു വെച്ചിരുന്ന ആ ഒരു മെഴുകുതിരിയെല്ലാം വീണ്ടും ആരോ കത്തിച്ചു വെച്ചേക്കുന്നു. അപ്പൊ ഇത് കണ്ട് ടില്ലിക്ക് ഒരു സംശയം, താനിനി ഊതി അണച്ചില്ലേ എന്നുള്ള ആ ഒരു സംശയത്തിൽ അവൾ നേരെ വന്നിട്ട് വീണ്ടും ആ ഒരു മെഴുകുതിരിയെല്ലാം ഊതി ഇങ്ങനെ അണയ്ക്കാണ്. അങ്ങനെ ഊതി അണച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിലൂടെ ഇതുപോലെ ഒരാളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. അത് നമ്മുടെ ടില്ലിക്ക് ചെറുതായിട്ട് മനസ്സിലായി. അപ്പോൾ അവൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെയുള്ള ഒരു മെഴുകുതിരി മാത്രം കത്തിച്ച് കയ്യിൽ പിടിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്നും എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് പറയുന്ന ഒരു ശബ്ദം, അത് മരിച്ചുപോയ എലിയുടെ ശബ്ദമാണ്. ഇത് കേൾക്കുമ്പോൾ ടില്ലി പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എവിടെയെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ശബ്ദം ഇപ്പൊ കേൾക്കുന്നില്ല. അപ്പോഴേക്കും ടില്ലി പാതിയെ ആ ഒരു വശത്തേക്ക് നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് അത് കിച്ചണാണ്. അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ പീറ്റർ ഉണ്ടല്ലോ, അവൻ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നു. അയ്യോ മരിച്ചുപോയെന്ന് വിചാരിച്ചിട്ട് തട്ടി വിളിക്കുമ്പോൾ ഭാഗ്യം മരിച്ചിട്ടില്ല. അവനിപ്പോൾ ഒരുപാട് കുടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ അവനെയും പൊക്കിയെടുത്ത് നേരെ റൂമിലേക്ക് കൊണ്ട് കിടത്തി. അത് കഴിഞ്ഞ് അവൾ നേരെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ വീണ്ടും അലിയുടെ ആ ഒരു ശബ്ദം കേൾക്കുന്നു. എനിക്കതിനെപ്പറ്റി അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതും കൂടി കേൾക്കുമ്പോൾ ടില്ലിക്ക് നല്ല പേടിയായി. ടില്ലി നേരെ തന്നെ മോണിക്കയുടെ റൂമിലേക്ക് ചെന്നിട്ട് സോറി, എനിക്ക് എൻ്റെ റൂമിൽ കിടക്കാനായിട്ട് തോന്നുന്നില്ല. എനിക്ക് അലിയുടെ ശബ്ദം പലയിടങ്ങളിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ച് മോണിക്കയോടൊപ്പം തന്നെ ആ ഒരു ബെഡിൽ വന്ന് കിടക്കും. അങ്ങനെ ഇവരായാലും ലൈറ്റ് അണച്ച് കിടന്നുറങ്ങുന്ന സമയത്താണ് ഇവിടെ ആ ഒരു ടേബിളിനടുത്തായിട്ട് വീണ്ടും മെഴുകുതിരിയെല്ലാം കത്തിച്ചിട്ട് അവിടെ ഒരാളിങ്ങനെ നിൽക്കുന്നു. അങ്ങനെ കുറച്ച് രാത്രിയാകുമ്പോൾ തന്നെ ടില്ലിക്ക് എന്തോ ഒരു സംശയം. അവൾ വീണ്ടും പതിയെ എഴുന്നേറ്റ് ഡോർ തുറന്ന് വെളിയിലേക്ക് വരുന്നതും ഇപ്പോൾ പെട്ടെന്ന് കാണിക്കുമ്പോൾ അടുത്ത ദിവസമായി. ഇന്നലെ രാത്രി എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ആരും ഇവരെ ഒന്നും ചെയ്തില്ല. ഇവളിപ്പോൾ വീണ്ടും എഴുന്നേറ്റ് ഹാളിലേക്ക് വരുമ്പോൾ മെഴുകുതിരിയെല്ലാം കത്തിച്ചു വെച്ചേക്കുന്നു. അതുപോലെ അടുത്തുള്ള ആ ഒരു ജനാലയെ തുറന്നിടപ്പുണ്ട്. ടില്ലി ഇപ്പോൾ വന്നിട്ട് ആ ഒരു ജനാലയെല്ലാം പെട്ടെന്ന് അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ടില്ലി ഇവിടെ അടുത്തായിട്ടൊരു പുഴയുണ്ട്, അതിനടുത്ത് വന്നിരിക്കുമ്പോൾ പീറ്റർ അവളുടെ അടുത്തേക്ക് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം ഇവർ സംസാരിച്ച് അത് കഴിഞ്ഞ് നമ്മുടെ ടില്ലി നേരെ വെള്ളത്തിലേക്ക് കുളിക്കാനായിട്ട് ഇങ്ങനെ ചാടി ഇറങ്ങും. അങ്ങനെ വെള്ളത്തിനടിയിലേക്ക് മുങ്ങി പോകുമ്പോഴും ഈ ആക്സിഡന്റ് പറ്റിയ ആ ഒരു കാര്യമുണ്ടല്ലോ, അത് വീണ്ടും ഇങ്ങനെ അവൾ ഓർക്കുന്നതും പേടിച്ച് നേരെ മുകളിലേക്ക് വരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവർ 3 പേരും കുറച്ചു നേരം വീടിന് വെളിയിലിരുന്ന് അവിടെ ഇരുന്ന് സംസാരിച്ച് ഇപ്പോൾ നമ്മുടെ പീറ്ററും മോണിക്കയും ഈ അടുത്തുള്ള കാടിനകത്ത് നടക്കാനായിട്ട് ഇങ്ങനെ പോവാണ്. അങ്ങനെ ഇവർ 2 പേരും നടന്നു പോകുമ്പോഴും ആരോ ഒരാള് ഇവരെ ഫോളോ ചെയ്യുന്നത് പോലെ. അത് കഴിഞ്ഞപ്പോൾ ഇരുട്ടാറായപ്പോൾ ഇവർ 2 പേരും പറയും ശരി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് ഇവിടെ വീട്ടിൽ കാണിക്കുമ്പോൾ ടില്ലി ഉണ്ടല്ലോ, അവള് പാചകം ചെയ്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് ആ അടുപ്പിലേക്ക് തന്നെ കൈ വെച്ചു കൊടുക്കും. കൈയും പൊള്ളുന്നുണ്ട്. അപ്പോഴേക്കാണ് അടുത്ത റൂമിൽ നിന്നും വീണ്ടും ഇന്നലെ കേട്ട ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അലി സംസാരിക്കുന്നത് പോലെ ആ ഒരു ശബ്ദം വീണ്ടും കേൾക്കുന്നു. അപ്പോൾ ടില്ലി പാതിയെ അലി എന്ന് വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെയുള്ള ജനാല തുറന്നു നടക്കുന്നു. അതേപോലെ തന്നെ ആ ഒരു ഫോട്ടോയിലെടുത്ത് മെഴുകുതിരിയും കാര്യങ്ങളെല്ലാം കത്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൾ ആ ഒരു ജനാല അടച്ച് നേരെ ആ ഒരു ഫോട്ടോ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ടെസ്റ്റ്. ഇത്തവണ ഇരിക്കുന്നത് അലിയും ടില്ലിയും ഒരുമിച്ചെടുത്ത ആ ഒരു ഫോട്ടോ. ഇതെങ്ങനെ ഇവിടെ വന്നു അവൾക്ക് മനസ്സിലാവുന്നില്ല.
അതുമല്ല പെട്ടെന്ന് തന്നെ ഈ ഒരു വെളിയിലൂടെ ആരൊക്കെ ഓടുന്ന ശബ്ദം, അതേപോലെ തന്നെ ഡോറിലെല്ലാം ഇടിക്കുന്ന ശബ്ദം, ഇതെല്ലാം കേട്ട് ടില്ലി ഇപ്പോൾ ഒരു നിമിഷം പോലും അവിടെ നിൽക്കത്തില്ല. പെട്ടെന്ന് ഹാളിലേക്ക് വന്നിട്ട് ആ ഒരു മെയിൻ ഡോർ വലിച്ചു തുറക്കുന്നതും പീറ്ററും മോണിക്കയും വെളിയിൽ നിൽക്കുന്നു. ഇത് കണ്ടവള് പെട്ടെന്ന് പേടിച്ചുപോയി. അലറി അങ്ങ് വിളിക്കും. അപ്പോൾ ഇവർ ചോദിക്കും, ഏയ് ടില്ലി, നിനക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോൾ ടില്ലി പറയും, ഞാൻ ഇന്നലെ മുതലേ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട്, ഈ ഒരു വീടിനകത്ത് ആരോ ഉണ്ട്. അല്ല, നീ കണ്ടോ? ഇല്ല, ഞാൻ ആ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരു നിമിഷം പോലും നമുക്ക് ഇവിടെ നിൽക്കണ്ട, നമുക്ക് ഇവിടെ നിന്ന് പോവാന്ന് പറയുമ്പോൾ മോണിക്ക പീറ്ററിനോട് ചോദിക്കും, പീറ്റർ നീ എന്താ പറയുന്നത്? അപ്പോൾ പീറ്റർ പറയും, ശരി നമുക്കൊന്ന് അകത്തേക്ക് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ മോണിക്കായാലും ഞാൻ പോലീസിനെ വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഇന്നലെ പോയ ആ ഒരു സിഗ്നൽ ഇപ്പോഴും വന്നിട്ടില്ല. അങ്ങനെ ഇവർ മൂന്നുപേരും പതിയെ ആ ഒരു വീടിനകത്തേക്ക് കയറി അവിടെയെല്ലാം നോക്കാണ്. പക്ഷെ ആരെ കാണുന്നില്ല. അപ്പോഴേക്കാണ് ടില്ലി ഇവരെ രണ്ടുപേരെ വിളിച്ചിട്ട്, ദേ ആ ഒരു ഫോട്ടോ കണ്ടോ, അത് നിങ്ങളിൽ ആരും ഒരാൾ വെച്ചെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ ഒരിക്കലും അല്ല എന്ന് പറയുമ്പോൾ അവർ പറയും, ഇല്ല ഞങ്ങളല്ല വെച്ചത്, അത് നീയാണ് വെച്ചതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ ടില്ലി പറയില്ല, ഞാനല്ല കൊണ്ടുവന്നത്. ഇതുകൂടി ആവുന്നത് ഇവർക്ക് മനസ്സിലായി ആരോ ഒരാൾ വീടിനകത്തുണ്ടെന്ന്. അപ്പോഴേക്കും മോണിക്ക പീറ്ററിനോട് പറയും, പീറ്റർ നിന്റെ കയ്യിൽ കാറിന്റെ കീ ഉണ്ടോ? ആ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആലോചിക്കാനില്ല, വെളിയിലേക്ക് പോയിട്ട് നമുക്ക് അടുത്ത ദിവസം ഇവിടേക്ക് വരാം എന്നും പറഞ്ഞ് മൂന്നുപേരും ഓടി ആ ഒരു കാറിനകത്തേക്ക് കയറിയിട്ട് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പോഴാണ് ടില്ലി ഇവരോട് പറയുന്നത്, ഇതുപോലെ അലിയുടെ ശബ്ദം ഞാൻ കേട്ടു. എന്ത്, മരിച്ചുപോയ അലിയുടെയോ? അല്ല, അത് റെക്കോർഡ് ചെയ്ത ശബ്ദമാണ്. അതുപോലെയാണ് എനിക്ക് കേട്ടത്. ആ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് കാറിനകത്ത് നമ്മൾ സംസാരിച്ചില്ലേ, അപ്പൊ കാറിനകത്ത് വെച്ച് അലി പറഞ്ഞ ആ ഒരു കാര്യമാണ് എനിക്ക് വീണ്ടും കേട്ടത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അറിയത്തില്ല എന്നെല്ലാം അവൾ പറയുന്നുണ്ട്. എന്നിട്ട് ടില്ലി പറയും, ഒരു ആൻഡ്രൂ ആയിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്, കാരണം അലിയുടെ ബോയ് ഫ്രണ്ട് ആണ് അവൻ. അവൾ മരിച്ചതിനുള്ള കാരണക്കാര് നമ്മളാണെന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ വല്ലതും ചെയ്യുന്നതായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ മോണിക്ക പറയും, ഇല്ലില്ല, അവൻ എനിക്ക് ഇപ്പോഴും മെസ്സേജ് അയച്ചതല്ലേ, അവനായിരിക്കത്തില്ല ഒരിക്കലും ഇത് ചെയ്തത്. അതുപോലെ അവനൊരു പാവമാണ്, അവൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ മോണിക്ക പറയും, പേടിക്കണ്ട, ഇതെന്തായാലും ആരെങ്കിലും നമ്മളെ പ്രാങ്ക് ചെയ്തതായിരിക്കും, അവരെന്തായാലും നമ്മളെ ഉപദ്രവിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ കാർ പിന്നെയും സ്റ്റാർട്ട് ആവുന്നില്ല. അപ്പൊ പീറ്റർ പറയും, ശരി നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നേ? വീടിനകത്തിരിക്കാൻ പോകുന്നോ അതോ കാറിനകത്തിരിക്കാൻ പോകുന്നോ? എന്തായാലും നമുക്ക് വീടിനകത്തേക്ക് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് മൂന്നുപേരും പതിയെ വീടിനകത്തേക്ക് കയറി വരും. അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അടുത്തൊരു കാര്യം, ഈ ഒരു കാറിനകത്തെ ബാറ്ററി ഉണ്ടല്ലോ അതിപ്പോ ഊരി ഈ ഒരു കിച്ചണിൽ വെച്ചേക്കുന്നു. ഇതുകൂടി ആവുന്നതും മോണിക്ക പെട്ടെന്ന് തന്നെ ഓടി ചെന്നിട്ട് ഒരു ബാറ്റ് എടുത്ത് പീറ്ററിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഇവർ രണ്ടുപേരും കത്തിയും കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കാണ്. എന്നിട്ട് മൂന്നുപേരും നേരെ ആ ഒരു ഹാളിലേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവനായിട്ടും അലിയുടെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് പ്രതികാരം ചെയ്യാമെന്നതായിരിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ആണോ എന്ന് അറിയത്തില്ല. ആ ഒരു സമയം മെയിൻ ഡോറ് ആരോ തുറക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇവർ മൂന്നുപേരും ഡോറിനടുത്തേക്ക് വന്നിട്ട് നമ്മുടെ പീറ്റർ പറയും, ഞങ്ങൾ പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വെളിയിൽ നിൽക്കുന്നവൻ പറയും, ഇല്ല നിങ്ങളെ കൊണ്ടത് കഴിയത്തില്ല എന്നിങ്ങനെ പറയാണ്. അപ്പൊ ഇവരെ കൊല്ലാൻ വന്നവന് തന്നെ മനസ്സിലായി ഇവിടെ എന്തായാലും സിഗ്നൽ ഇല്ലാന്ന്. അപ്പോൾ പീറ്റർ പെട്ടെന്ന് ആ ഒരു ഡോറ് തള്ളിപ്പിടിക്കാൻ ശ്രമിക്കുന്നു. അവനാണെങ്കിൽ തുറക്കാൻ ശ്രമിച്ചിട്ട് അകത്തേക്ക് വരാൻ കഴിയുന്നില്ല, ഈ ഡോറ് തുറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവർ മൂന്നുപേരും ഓടി നേരെ ഹാളിലേക്ക് വന്ന് നിൽക്കും. അല്ല, ഓടുമ്പോഴത്തേക്ക് ഓരോ റൂമിന്റെ ഡോറെങ്കിലും അടച്ചിട്ട് ഓടണ്ടേ മണ്ടന്മാര്, വെറുതെ പോയിട്ട് അങ്ങനെ നിൽക്കാണ്. അങ്ങനെ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ചുറ്റിനും നിന്നും ഇവർ കാറിൽ പോകുമ്പോൾ ഇവരെല്ലാവരും സംസാരിക്കുന്ന ആ ഒരു ശബ്ദം ഉണ്ടല്ലോ, അലിക്ക് ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുന്നേ കാറിൽ വെച്ച് സംസാരിച്ച ആ ഒരു കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴത്തേക്കും ഇവർ മൂന്നുപേരും മദ്യപിച്ച് അലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചത് കൊണ്ടാണ് അലി മരിച്ചത്. അപ്പൊ ഈ ഒരു ശബ്ദം വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കേൾക്കുമ്പോൾ ഇവർ മൂന്നുപേരും മാനസികമായിട്ട് നല്ലതുപോലെ തകർന്നു പോവും. എന്നിട്ട് മൂന്നുപേരും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് മോണിക്ക് എഴുന്നേറ്റിട്ട് പറയുന്നത്, ഗൈസ് നമ്മൾ എന്തായാലും തളരാൻ പോകുന്നില്ല, നമ്മൾ മൂന്നുപേരും ഒരുമിച്ച് തന്നെ ഇതിനെ നേരിടും എന്നും പറഞ്ഞിട്ട് ഇവരെ രണ്ടുപേരെ മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ഇവര് രണ്ടുപേരും അത് കേൾക്കുന്ന ലക്ഷണമില്ല. അങ്ങനെ എന്ത് പറയണമെന്നറിയാതെ മോണിക്ക അവിടെ നിൽക്കുന്ന സമയത്താണ് ഇപ്പൊ ഈ ഒരു വീടിന് വെളിയിൽ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. അപ്പോൾ മോണിക്ക പറയും, നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്ക്, ഇപ്പൊ ഒരു ശബ്ദവും കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആ ഒരു ഫോട്ടോസും മെഴുകുതിരിയെല്ലാം കാറ്റടിച്ചിങ്ങനെ അണയുന്നു. എന്താണെന്ന് വെച്ചാല് ഈ ഒരു ഹാളിലെ ഏതോ ഒരു ജനാല തുറന്നിടപ്പുണ്ട്. അപ്പൊ അതിനടുത്തേക്ക് ഇവർ മൂന്നുപേരും നടന്നു വന്ന് മോണിക്ക ഇപ്പോൾ പതിയെ ആ ഒരു ജനാലയുടെ അടുത്തേക്ക് വരാണ്. അവിടെയാണെങ്കിൽ കർട്ടൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ കർട്ടന്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മോണിക്കയുടെ കഥ കഴിയും. അങ്ങനെ മോണിക്ക നടന്ന് അടുത്തേക്ക് ചെന്ന് ആ ഒരു കർട്ടൻ മാറ്റിയിട്ട് ഇവിടെ ആരുമില്ല എന്നും പറഞ്ഞ് തിരിയുന്നതും അവളായാലും പെട്ടെന്നങ്ങ് പേടിച്ച് അവന്റെ കയ്യിലേക്ക് ഒരു ഇടി ഇടിച്ചിട്ട് നേരെ താഴേക്ക് വീണ് ഇവർ മൂന്നുപേരും അതാരാണ് അറിയത്തില്ല എന്നും പറഞ്ഞിട്ട് ഇനിയിപ്പോ അവ എങ്ങോട്ട് പോയി കാണും എന്നും പറഞ്ഞ് ഇവർ നേരെ ആ ഒരു മെയിൻ ഡോർ ഉണ്ടല്ലോ അതിനടുത്തേക്ക് ചെല്ലും. അപ്പോഴേക്കും ഈ ഒരു വീട്ടിലെ ലൈറ്റ് എല്ലാം അങ്ങ് ഓഫായി, പവർ കട്ടായതെല്ലാം എന്തായാലും ആ ഒരു കൊലയാളി കട്ടാക്കിയതായിരിക്കും. അങ്ങനെ ഇവരായാലും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാണ്. കാണിക്കുമ്പോൾ മെയിൻ ഡോറ് ഇപ്പൊ ആരോ തുറക്കുന്നു. അപ്പൊ പീറ്റർ ആയാലും ആ ഒരു ബാറ്റും വെച്ച് അടുത്ത് തന്നെ നിൽപ്പുണ്ട്. പെട്ടെന്ന് ആ ഒരു ഡോറ് ആ ഒരു കൊലയാളി തുറക്കുന്നതും ഒരു ഒറ്റയടി കൊണ്ട് താഴെ വീഴുമ്പോഴത്തേക്കാണ് ഇവർ വന്ന് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, മോണിക്ക എവിടേക്ക് ആൻഡ്രൂസിനെ വിളിച്ചു വരുത്തിയിരുന്നല്ലോ അവനായിരുന്നു. അപ്പൊ ഇത് കണ്ട മോണിക്ക ആയാലും പെട്ടെന്ന് വന്ന് ആൻഡ്രൂസിനെ പിടിച്ചിരുന്ന് കരയാണ്.
ഇല്ലില്ല ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുതെന്നെല്ലാം പറഞ്ഞിട്ട്. കാരണം മോണിക്ക എന്തോ ആൻഡ്രൂസിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നും. അങ്ങനെ അവൾ അവിടെ ഇരുന്ന് കരയുമ്പോൾ പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും ഒരു മുഖം മൂടി ധരിച്ച ഒരുത്തൻ വെളിയിലേക്ക് വരുന്നതും നമ്മുടെ ടില്ലിയും പീറ്ററും വിളിച്ചു പറയുന്നുണ്ട് മോണിക്ക അകത്തേക്ക് വരാൻ പറയുന്നതും മോണിക്ക ഓടി അകത്തേക്ക് കയറുന്നതിന് മുന്നേ തന്നെ അവളുടെ കാലിൽ പിടിച്ചിട്ട് അവളെ വലിക്കുകയാണ്. ഇവർ രണ്ടുപേരും പിടിച്ച് അകത്തേക്ക് വലിക്കാൻ ശ്രമിക്കുമ്പോഴും കഴിയുന്നില്ല. അതിന് മുന്നേ തന്നെ നമ്മുടെ മോണിക്കയെ ആ ഒരു കൊലയാളി വെളിയിലേക്ക് വലിച്ചെടുത്തുണ്ടെങ്കിൽ പോകും. അങ്ങനെ ഇവർ രണ്ടുപേരും അകത്ത് ഡോർ അടച്ചിരുന്നിട്ടാണ് പീറ്റർ ഇപ്പൊ പേടിച്ച് ഇപ്പൊ മദ്യം എടുത്ത് കുടിക്കുകയാണ്. എന്നിട്ടാണ് പറയുന്നത് ഓക്കെ എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോവാണെന്ന് പറയുമ്പോൾ ടില്ലി പറയും പീറ്റർ നിനക്ക് ഒറ്റയ്ക്ക് പോകാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഇവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടോ ഓടാൻ പോകുന്നു. കാരണം എന്തായാലും ആൻഡ്രൂ ഇവിടെ ഈ കാറിലാണ് വന്നിട്ടുള്ളത്, അവന്റെ കാർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വെളിയിലേക്ക് പോകാൻ കഴിയും. ദേ നീ ഈ ഒരു ബാറ്റ് പിടിച്ചോ, ആരെങ്കിലും വരുവാണെങ്കിൽ തലക്കടിച്ചാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ ടില്ലി പറഞ്ഞിട്ടും അവൻ അതൊന്ന് കേൾക്കാതെ അടുത്തുള്ളൊരു കത്തിയെടുത്ത് അവൻ ഡോറും തുറന്ന് വെളിയിലേക്ക് ഒരു ഒറ്റ ഓട്ടം. ഇപ്പൊ കണ്ണുടച്ചോടുകയാണ്, ഒന്നും നോക്കുന്നില്ല, ഇവിടെ നിന്ന് ഓടുക അത്ര മാത്രമേ ഉള്ളൂ. എവിടെ നിൽക്കാതെ അവൻ ആ ഒരു കാടുകളിലൂടെ ഓടാൻ തുടങ്ങും. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ ടില്ലി ആ ഒരു ബാറ്റും പിടിച്ച് പതിയെ കിച്ചന്റെ ഭാഗത്തേക്ക് ചെല്ലും. അവിടെ പോയി ഇങ്ങനെ നിൽക്കാണ്, കാരണം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയല്ലോ. ആ ഒരു രീതിയിൽ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ നമ്മുടെ പീറ്റർ കുറെ ദൂരം ഓടി വന്നിട്ട് അവന്റെ ഫോൺ എടുത്ത് സിഗ്നൽ ഉണ്ടോ എന്ന് നോക്കും. സിഗ്നൽ ഇല്ലാന്ന് പറഞ്ഞ് പെട്ടെന്ന് നിൽക്കുമ്പോൾ അവന്റെ പുറകിൽ തന്നെ നിൽക്കുന്ന ആ ഒരു കൊലയാളി എന്നിട്ട് അവനെ ഒരു ഒറ്റയാടി. ഇപ്പൊ ഇതിനകത്ത് നമ്മുടെ ടില്ലിക്ക് അവൻ കരയുന്ന ആ ഒരു ശബ്ദവും കേൾക്കാം. അപ്പൊ പീറ്ററിനെയും ആ ഒരു കൊലയാളി പിടിച്ചു എന്ന് മനസ്സിലായി. ഇനിയിപ്പോ ടില്ലിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഇനി ആ ഒരു കൊലയാളി വരുന്നത് വരെ കാത്തിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ ടില്ലി ആയാലും നേരെ ഹാളിലേക്ക് വന്നിട്ട് അവളുടെ ഒരു മരുന്നുണ്ട് അതും എടുത്ത് കഴിച്ച് അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും വെളിയിൽ ആ ഒരു കൊലയാളി ഈ ഡോർ ഇടിച്ച് തുറക്കുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ടില്ലി വീണ്ടും പേടിച്ചിട്ട് തന്റെ ആ ഒരു ബാറ്റും എടുത്ത് കയ്യിൽ പിടിച്ച് തന്നെ നടക്കും. അപ്പോഴേക്കും ഇതിനകത്ത് ടില്ലിയും ഹെലിയും അവര് രണ്ടുപേരും കുട്ടിക്കാലം മുതലേ ഫ്രണ്ട്സ് ആയിരുന്നെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും കളിക്കുന്ന ആ ഒരു ശബ്ദം, രണ്ടുപേരും പരസ്പരം സംസാരിക്കുന്ന ആ ഒരു ശബ്ദം, അതെല്ലാം റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ ആരും റെക്കോർഡ് ചെയ്ത് ഒരു സ്പീക്കറിലിട്ട് ഇങ്ങനെ കേൾപ്പിക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് ടില്ലി പെട്ടെന്ന് വെളിയിലേക്ക് പോകാനായിട്ട് വരുമ്പോ വെളിയിൽ നിൽക്കുന്ന ആ ഒരു കൊലയാളി അതുമല്ല, ഈ വീട്ടിലെ ലൈറ്റ് എല്ലാം അവൻ വീണ്ടും അങ്ങ് ഓഫാകും. ആ ഒരു സമയത്താണ് നമ്മുടെ ടില്ലിയുടെ ഫോണിൽ സിഗ്നൽ വരുന്നു. ടില്ലി പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് പോലീസിനെ വിളിച്ച് ഈ ഒരു കാര്യം പറയാണ്, സാർ ഇതുപോലെ ഈ ഒരു അഡ്രസ്സിൽ വീട്ടിലെ ആരും എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നെല്ലാം പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടതും. അതേപോലെ തന്നെ ഇപ്പോൾ പെട്ടെന്ന് ഈ ഒരു പവർ വീണ്ടും തിരിച്ചു വരുമ്പോൾ അവളുടെ ഫോണും കട്ടായി. അവള് പേടിച്ച് ബാറ്റും കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ആരോ ഒരാൾ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അപ്പോഴേക്കാണ് അവള് ഇല്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇയാളുടെ മുഖം കാണാൻ കഴിയുന്നില്ല. അയാൾ അപ്പോഴും ആ ഒരു മാസ്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നേരെ അവളുടെ അടുത്തേക്ക് വരുന്നതും അവൾ അവനെ അടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ടില്ലിയെ പിടിച്ചൊരു ഒറ്റ ഏറ് അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്ന് അവളെ എടുത്തിട്ട് ഇടിക്കുകയാണ്. ഇപ്പൊ കൊലയാളി എന്ന് പറയുമ്പോൾ അതിന് പെണ്ണു ആണെന്നൊന്നും നോട്ടമില്ല, ഒരുപോലെ തന്നെയാണ് ഇടിക്കുന്നത്. അതുപോലെ നമ്മുടെ ടില്ലിയെ നല്ലതുപോലെ ഇടിച്ച് ഒരവസരത്തിൽ ടില്ലി താഴേക്ക് വീണിട്ട് അയാളോട് പറയുന്നുണ്ട്, ബോബ് നീ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, എനിക്കറിയാം ഇത് നീയാണെന്ന് പറയുമ്പോൾ ഇല്ല ടില്ലി നീയാണ് തെറ്റ് ചെയ്തത് എന്നും പറഞ്ഞിട്ട് അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവൾ ആ ഒരു ബാറ്റ് എടുത്ത് തലയ്ക്കൊരു ഒറ്റയടി അടി കൊണ്ട് ആ ഒരു കൊലയാളി താഴെ വീഴുമ്പോൾ അവൾ വിചാരിക്കും അയാൾ ബോധം പോയെന്ന്. പക്ഷേ കുറച്ചു കഴിഞ്ഞാൽ അയാൾ വീണ്ടും എഴുന്നേറ്റ് കഴുത്തിന് പിടിച്ചിട്ട് അവളുടെ മൂക്കിൽ നോക്കി ഒരു ഒറ്റ ഇടി ഇടിക്കുന്നതും ടില്ലിയുടെ ബോധം പോയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ടില്ലി പതിയെ കണ്ണുറക്കുമ്പോഴത്തേക്കാണ് അവളുടെ രണ്ടിടത്തായിട്ട് പീറ്ററിനെയും അതേപോലെ തന്നെ മോണിക്കയും കെട്ടിയിട്ടേക്കുന്നു. ഇവര് രണ്ടുപേരും മരിച്ചിട്ടില്ല. അതേപോലെ ടില്ലിയെ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു മുഖം മൂടി മുന്നിൽ വന്ന് നിന്ന് ഇവർക്കിപ്പോൾ രക്ഷപ്പെട്ട് പോകാനും കഴിയത്തില്ല. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഇവർ മൂന്നുപേരും ഇങ്ങനെ ഇരുന്ന് കരയുമ്പോഴത്തേക്കും ആ ഒരു മുഖം മൂടി കൊലയാളി ഇപ്പോൾ മുന്നിലേക്ക് വന്നിട്ട് അയാളുടെ മുഖം മൂടി ഉണ്ടല്ലോ അതെടുത്ത് താഴേക്കിടുന്നതും ഇവിടെയാണ് ഒരു ട്വിസ്റ്റ്. വേറെ ഒന്നുമല്ല, ഇവരെ മൂന്നുപേരെ ഇപ്പോൾ കൊല്ലാൻ ശ്രമിക്കുന്നത് മരിച്ചുപോയ ഹലിയുടെ അച്ഛനാണ്. എന്നിട്ടാണ് അയാൾ ടില്ലിയെ നോക്കി പറയുന്നത്, നിന്നോട് അവൾ പലതവണ പറഞ്ഞിരുന്നു അത് നിർത്താനായിട്ട്, പക്ഷെ നീ ഒരിക്കലും അത് ചെയ്തില്ല. അപ്പൊ പീറ്റർ ചോദിക്കും ഇതെല്ലാം നിനക്കെങ്ങനെ അറിയാതെ ചോദിക്കുമ്പോൾ അതെ എനിക്കെല്ലാം അറിയാം, നീയാണ് ഡ്രൈവ് ചെയ്തത്. ടില്ലി ആ ഒരു കുറ്റം ഏറ്റെടുത്തു. പക്ഷെ അവൾ എത്ര പറഞ്ഞിട്ടും ആ ഒരു സീറ്റ് ബെൽറ്റ് അഴിച്ചുകൊണ്ടിരുന്നത് മോണിക്കാണ്, അതും അവൾ മരിക്കുന്നത് വരെ. എന്നിട്ട് ടില്ലിയെ നോക്കിയിട്ട് നീ അവളുടെ കുട്ടിക്കാലം മുതലുള്ള സുഹൃത്തായിട്ട് പോലും ഒരിക്കലും നീ മോണിക്കയെ തടയാൻ ശ്രമിച്ചില്ല. എന്റെ മകൾക്ക് വേണ്ടി നീ ഒരിക്കലും ഒന്നും പറഞ്ഞില്ല. ഇതെല്ലാം എനിക്ക് എങ്ങനെയാണ് മനസ്സിലായെന്നറിയോ? സത്യത്തിൽ അവളെ വിളിക്കാൻ വരേണ്ടത് ഞാനായിരുന്നു. പക്ഷെ എനിക്ക് തിരക്ക് കാരണം അവളെ വിളിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴവൾ ആ ഒരു കാറിലുണ്ടായിരുന്നു. അതുമല്ല നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്നതെല്ലാം ഞാൻ കേൾക്കുകയും ചെയ്തു. അതുമല്ല അവൾ ഫോൺ ഒരിക്കലും കട്ട് ചെയ്തില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ അതുപോലെ തന്നെ കേട്ടു എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് അലിയുടെ അച്ഛന് ആ കാറിനകത്ത് നടന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായത്. അതുമല്ല നമ്മുടെ പീറ്റർ ഒരുപാട് കുടിച്ചിരുന്നു. അങ്ങനെ കുടിച്ചതുകൊണ്ടാണ് നിയന്ത്രണം വിട്ട ആ ഒരു കാർ പോയത്. സീറ്റ് ബെൽറ്റ് അഴിച്ചത് മോണിക്ക ആയതുകൊണ്ട് അലി മരണപ്പെട്ടു. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും അലിയുടെ സുഹൃത്തായിട്ടുള്ള ടില്ലി മോണിക്കയെ തടയാനോ സീറ്റ് ബെൽറ്റ് അഴിക്കരുതെന്ന് പറയാനോ ശ്രമിച്ചില്ല. അപ്പോൾ പീറ്റർ പറയും സോറി എന്നോട് ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ
ലൂയിസ് പറയും ശരി നിന്നോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അവന്റെ തലയിൽ ഒരു കവർ ഇട്ടിട്ടുണ്ട്. അതങ്ങനെ മുകളിലേക്ക് പിടിച്ച് നീ ഒരുപാട് കുടിച്ചതുകൊണ്ടല്ലേ നിയന്ത്രണം വിട്ട ആ ഒരു കാർ പോയത്, അതുകൊണ്ട് നീ അതുപോലെ തന്നെ മരിക്കണമെന്ന് പറഞ്ഞ ആ ഒരു കവർ നിറയെ അവന്റെ തല മുങ്ങുന്ന രീതിയിൽ ബിയർ ഇങ്ങനെ ഒഴിച്ച് നിറയ്ക്കും. അപ്പൊ അവനാണെങ്കിലോ കുറെ നേരം ഇങ്ങനെ കിടന്ന് കിടന്ന് അവന് ശ്വാസം കിട്ടാതെ പീറ്റർ അവിടെ വെച്ച് മരിക്കുകയാണ്. അപ്പൊ ഇവര് രണ്ടുപേരും അലറി വിളിക്കുന്നുണ്ടോ ഒന്ന് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് പക്ഷേ പീറ്റർ മരിച്ചു. അത് കഴിഞ്ഞ് നേരെ മോണിക്കയുടെ അടുത്തേക്ക് വരും. എന്നിട്ടാണ് അവളോട് പറയുന്നത് നീ അതെല്ലാം ചെയ്യുമ്പോൾ നല്ലതുപോലെ ആസ്വദിച്ചില്ലായിരുന്നു. മദ്യപിച്ചതുകൊണ്ട് അവൾ മരിക്കുന്നത് വരെ നീ ആസ്വദിച്ചാണ് ആ ഒരു കാര്യം ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇവര് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, മദ്യത്തിന്റെ ലഹരിയിൽ കളിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്. പക്ഷേ അതിൽ അല്ലി മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ അതുപോലെ നിന്നെ ആസ്വദിച്ചതിനെ ഞാൻ കൊല്ലാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ചുറ്റിയേൽ കൊണ്ടുവന്ന് അവളുടെ കാലിൽ 2-3 അടി അങ്ങനെ അവളെ വേദനിപ്പിച്ച് കൊല്ലാൻ വരുമ്പോ ഇപ്പോഴാണ് നമ്മുടെ ടില്ലി പെട്ടെന്ന് പറയുന്നത് മോണിക്കയല്ല അവളെ കൊന്നത് എന്ന് പറയുമ്പോഴത്തേക്ക് ലൂയിസ് പതിയെ നോക്കുന്നുണ്ട്. അപ്പോഴാണ് ടില്ലി പറയുന്നത് അതെ ഞാൻ കാരണമാണ് അവൾ മരിച്ചത്. മോണിക്ക ഒരുപാട് തവണ സീറ്റ് ബെൽറ്റ് അഴിച്ചു, അത് ശരി തന്നെയാണ്. പക്ഷെ അവൾ അത് പകുതിയിൽ വെച്ച് നിർത്തി. അത് കഴിഞ്ഞ് ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നതിന് മുന്നേ ആലിയുടെ സീറ്റ് ബെൽറ്റ് അഴിച്ചത് അത് ഞാനാണ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അതായിരുന്നു സത്യമായിട്ട് നടന്ന ആ ഒരു കാര്യവും. അങ്ങനെയാണ് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ആലി മരിച്ചുപോയത്. ഇതുകൂടി കേൾക്കുന്നതും ലൂയിസ് പറയും ഓക്കെ സത്യം പറഞ്ഞതിന് ഒരുപാട് നന്ദിയുണ്ടെന്നും പറഞ്ഞിട്ട് മോണിക്കയുടെ കഴുത്തൊടിച്ച് അവളെയും കൊല്ലുന്നു. എന്നിട്ട് നേരെ ടില്ലിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയും നിന്നെ ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, നിന്നെ ഞാൻ കൊല്ലത്തില്ല. എനിക്ക് സംഭവിച്ചത് എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണോ അതുപോലെ നിനക്ക് നഷ്ടപ്പെടണം. ആ ഒരു വേദനയിൽ നീ അവസാനം വരെയും ജീവിക്കണം, അതാണ് നിനക്കുള്ള ശിക്ഷ എന്നും പറഞ്ഞ് ലൂയിസ് ടില്ലിയെ മാത്രം ഒന്നും ചെയ്യാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോൾ ലൂയിസിന് ഏറ്റവും പ്രധാനപ്പെട്ടത് അവന്റെ മകള് തന്നെയാണ്. അവള് മരിച്ചപ്പോ ഒറ്റയ്ക്കുള്ള ജീവിതം അതെന്തോരം വിഷമം തരുന്നതാണെന്ന് അവനറിയാം. അതുപോലെ തന്നെ ജീവിതകാലം മുഴുവനും താൻ കാരണമാണ് തന്റെ 2 സുഹൃത്തുക്കളും മരിച്ചത് എന്നുള്ള ആ ഒരു കുറ്റബോധത്തോടെ തന്നെ ടില്ലിയും ഇനി ജീവിക്കണം. അതുകൊണ്ടാണ് ഈ 2 സുഹൃത്തുക്കളെ മാത്രം അവൻ കൊന്നത്. എന്നിട്ട് അവൻ വെളിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ ടില്ലി വിളിച്ച ആ ഒരു പോലീസുകാരി ഇപ്പോൾ രാവിലെയാണ് വരുന്നത്. അങ്ങനെ കാണിക്കുമ്പോൾ ലൂയിസ് ആയാലും അവരുടെ മുന്നിലേക്ക് ചെന്നിട്ട് പിടികൊടുക്കുന്നുണ്ട്. അങ്ങനെ ലൂയിസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോയതിനു ശേഷം ഇപ്പോൾ നമ്മുടെ ടില്ലിനെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആ ഒരു വീടിനടുത്ത് നിന്ന് കൊണ്ടുപോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇപ്പൊ ഈ ഒരു മൂവിയുടെ ക്ലൈമാക്സിൽ സംഭവിച്ച കാര്യം അത് ശരിയാണോ ഇല്ലയോ എന്ന് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. എന്തായാലും ഇതിൽ മറ്റൊരു കാര്യം ഞാൻ ഒരിക്കലും അംഗീകരിച്ച് കൊടുക്കത്തില്ല. വേറെ ഒന്നുമല്ല, ഈ ഒരു സുഹൃത്തുക്കള് തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവസാനം സീരിയസ് ആയിട്ട് മാറാറുണ്ട്. അതിപ്പോ കുടിച്ചിട്ടായാലും അല്ലാതെയായാലും മറ്റൊരാളുടെ ജീവൻ ആപത്താവുന്ന രീതിയിലുള്ള ഒരു തമാശയും ഒരിക്കലും ആരോടും കാണിക്കാതിരിക്കുക. അതിന് എത്ര വലിയ സുഹൃത്താണെന്ന് പറഞ്ഞാലും. ഇപ്പൊ ഈ തമാശയ്ക്ക് കെട്ടിയിട്ട് ഈ ഒരു ബർത്ത്ഡേക്കൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് മതി ഓരോരുത്തർക്കും എന്തെങ്കിലും അപകടം സംഭവിക്കാനായിട്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം എല്ലാവരും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.